നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കണം. ഓൾഡ് ഏജ് ഹോമിലേക്ക് പറഞ്ഞു വിടുന്നത് നല്ലതല്ല. ജോസ്ഫിയറിന്റെ വഞ്ചി തിരുനക്കരയിൽ നിന്ന് ഇപ്പോഴും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കേരളീയരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഫാമിലി ഓറിയന്റഡ് ആണ്. അപ്പൊ നമ്മൾ പ്രായമായവരെ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ വെച്ച് സംരക്ഷിക്കുന്ന ഒരു ഇതാണ് കണ്ടുവരുന്നത്. പിന്നെ ലോകത്ത് ഇപ്പൊ നമുക്ക് പറയാം, ലോകത്ത് ഏറ്റവും മനോഹരമായ സ്ഥലം നമ്മുടെ നാടാന്ന് പറയാം. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചു വെച്ചേക്കുന്ന ഇന്നത്തെ തലമുറയുടെ കുഴപ്പമാണ് ഇതുപോലുള്ള വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഈ തലമുറയെ വളർത്തിയെടുക്കുകയല്ല, തലമുറ തന്നെ വളർന്നു വരുവാണ്. അവർ ഓൾറെഡി പോയി. നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ട്. വലിയ കുടുംബം സന്തുഷ്ട കുടുംബം. ഒരപ്പച്ചനും അമ്മച്ചിയും നടുക്ക് മക്കള് 6 പേരിടത്തും 6 പേര് വലത്തും 12 പേരായിരുന്നു മക്കൾ. മക്കൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കോ ഒന്നും തന്നെ ഒരു ഭാരമാകാതെ അവരുടെ റിട്ടയർമെന്റ് ലൈഫ് അവർ എൻജോയ് ചെയ്യുന്നതാണ്. അല്ല, വൃദ്ധസദനം എന്ന് പറയുന്നതിനോട് ഒരു വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ തന്നെയും വൃദ്ധരാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ നോർത്ത് അമേരിക്കയിലെ കാര്യം പറയുന്ന മാതിരി ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് ഭാര്യയും ഭർത്താവും ഒരു അപ്പാർട്ട്മെന്റിലേക്ക് താമസിക്കുന്ന മാതിരി അല്ലല്ലോ നമ്മുടെ കേരളത്തിലെ. ലൈഫ് ബിഗിൻസ് അറ്റ് 45 എന്നാണ് നമ്മൾ അമേരിക്കൻ കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ടീനേജിൽ കൂടെ നടക്കുവാണ്. റിട്ടയർമെന്റ് ഹോം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒരു പ്രായം വരെ കുതിരയാണ്, പിന്നെ കഴുതയാണ്, പിന്നെ ഏറ്റവും അവസാനം വന്നു കഴിയുമ്പോൾ പട്ടിയുടെ ലൈഫാണ്. കാരണം വീടിന്റെ ഫ്രണ്ടിൽ വരാന്തയിൽ ഇങ്ങനെ കാവലിരിക്കുക. അവിടെ അവർക്ക് റിക്രിയേഷൻ സംവിധാനങ്ങളുണ്ട്. സമാന ചിന്താഗതിയുള്ള അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പിള്ളേര് പഠിക്കാൻ കോളേജിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ ആ ഉത്തരവാദിത്വം കഴിഞ്ഞു. പിന്നെ പിള്ളേര് ഫാദേഴ്സ് ഡേക്കും മദേഴ്സ് ഡേക്കും അവരെ കാണാൻ വരുന്നു എന്നുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിട്ടയർമെന്റ് ഹോംസ് ഇതൊരു നമ്മുടെ ജനസംഖ്യ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ജനസംഖ്യ കൂടിക്കൊണ്ട് വരുമ്പോൾ പ്രായമാകുന്നവർ ഏറിക്കൊണ്ടുവരികയാണ്. സോ ഇവർ പ്രായമാകും തോറും റിട്ടയർമെന്റ് ഹോമുകളിലേക്ക് ആക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ സീനിയർ ഹോംസ്, നഴ്സിംഗ് ഹോംസ്, റിട്ടയർമെന്റ് ഹോംസുകളൊക്കെ തന്നെ സാധാരണമാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഹോംസ് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം, സീനിയർ ഹോമുകളൊക്കെ ഇപ്പൊ തന്നെ എന്താ പറയാ പല സ്ഥലങ്ങളിലും മുളച്ചു പൊന്തി വരുന്നുണ്ട്. ഇത് വന്നിട്ട് കുടുംബങ്ങളെ അവരവരുടെ തന്നെ വീടുകളിൽ തന്നെ പരിപാലിക്കുന്നതാണോ നല്ലത്, ഇല്ല വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രായം കഴിയുമ്പോഴത്തേനും ഇവരെ ഈ വീടുകളിലേക്ക് മാറ്റുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഈ വിരമിക്കൽ ഭവനം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇത് നല്ലതാണോ? ഇത് ശരിയല്ല? നമ്മളുടെ പഴയ ഒരു രീതി അനുസരിച്ച് ഈ പ്രായമായവരെ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ സംരക്ഷിക്കണോ? മക്കൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടോ? നമ്മുടെ മക്കള് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി ഈ പ്രായമായവരെ ഈ സീനിയർ ഹോമിലേക്ക് മാറ്റുകയാണോ? അല്ലെങ്കിൽ ഈ ഒരു വൈകാരികമായ ഒരു ഒറ്റപ്പെടൽ അവർ അനുഭവിക്കുന്നുണ്ടോ? ചെലവ് അല്ലെങ്കിൽ അവരുടെ പരിചരണം, പിന്നെ നമ്മളുടെ ഒരു കൾച്ചറൽ ഇതിൽ നിന്ന് നമ്മൾ മാറുന്നുണ്ടോ? ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഇതിന്റെ ഒരു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളീയരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഫാമിലി ഓറിയന്റഡ് ആണ്. അപ്പൊ നമ്മൾ പ്രായമായവരെ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ വെച്ച് സംരക്ഷിക്കുന്ന ഒരു ഇതാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ പേരും എന്നല്ല, ഭൂരിഭാഗം ആൾക്കാരും വിദേശത്ത് താമസിക്കുന്നവരോ അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ പോലും അവരെ വീടുകളിൽ സംരക്ഷിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ ആണ്. സോ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഈ പ്രായമായവരെ നമ്മൾ സീനിയർ ഹോമിലേക്കോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോമിലേക്കോ നമ്മൾ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജിൻസിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പരീക്ഷ, നമ്മൾ ഈ ഓൾഡ് ഏജ് ഹോം, റിട്ടയർമെന്റ് ഹോം എന്നൊക്കെ പറഞ്ഞാൽ വൃദ്ധസദനം എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. വൃദ്ധസദനങ്ങൾ പ്രായമാകുമ്പോൾ അവരെ കൊണ്ടുപോയി വിടാവുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ പണ്ടൊക്കെ ഇത് വളരെ വളരെ മോശമായിട്ട് നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾക്ക് ചേരാത്ത ഒരു സംവിധാനമായിട്ടൊക്കെ വളരെ ആൾക്കാർ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ്. ഇന്ന് കേരളത്തില് നിരവധി കൂണ് പോലെയുള്ള ഈ റിട്ടയർമെന്റ് ഹോംസ് അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ പ്രോജക്റ്റിന്റെ പുറകിലും പ്രവാസികളാണ്. കാരണം ഞാൻ ഈ റീസെന്റ് വളരെയധികം ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളുമായി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ NRIസിന്റെ സർവീസ് കൊടുക്കുന്ന
സാംശി എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അപ്പൊ പ്രായമായവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഉള്ള സംവിധാനം, അതായത് നമ്മളൊരു 5 സ്റ്റാർ ഒരു സ്റ്റാൻഡേർഡിൽ, അതായത് പ്രവാസികൾക്ക് വിദേശികൾക്ക് പുറത്തു പോയി താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അനവധി നഴ്സിംഗ് ഹോംസ് അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോംസ് ആണ് ഇപ്പൊ നാട്ടിൽ പണിത് വരുന്നത്, നിലവിലുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് ഡോക്ടർ മാത്യു ജോയ്സും ഡോക്ടർ ആലീസ് മാത്യുവും അവരിവിടെ അമേരിക്കയിലുണ്ടായിരുന്നു. അവര് ഇപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞ് അവര് ലോകം കറങ്ങി ഇങ്ങനെ നടക്കുവാണ്. പക്ഷെ അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയ സ്ഥലം കേരളം വന്ന് കണ്ടിട്ട് നമ്മുടെ കോട്ടയത്ത് ഉള്ള ഒരു ഹോമില് ഞാൻ അവിടെ പോയിരുന്നു. എത്ര മനോഹരമായിട്ടുള്ള അപ്പാർട്ട്മെന്റ്! കാരണം നമ്മൾ ഈ പറയുന്ന വൈകാരികമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് ഒന്നുമല്ല. കാരണം അവിടെ ഈ സെയിം ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഒന്നിച്ചു കൂടാൻ പറ്റുന്ന ഒരു സംവിധാനം, വളരെ റീസണബിൾ പ്രൈസിൽ 6 നേരം ഭക്ഷണം, അതായത് രാവിലെ എണീക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, കാപ്പി, ബെഡ് കോഫി തൊട്ട് അങ്ങോട്ട് തുടങ്ങി ഭക്ഷണം, അവർക്കുള്ള സെക്ഷൻ. പ്രൈവറ്റ് നമ്മുടെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു, പക്ഷെ നമുക്ക് ഇത്രയും ഒരു ആൾക്കാരുമായിട്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാർക്കറിയാം, അവര് ഒരു പിള്ളേര് പഠിക്കാൻ കോളേജിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ ആ ഉത്തരവാദിത്വം കഴിഞ്ഞു. പിന്നെ പിള്ളേര് ഫാദേഴ്സ് ഡേക്കും മദേഴ്സ് ഡേക്കും അവരെ കാണാൻ വരുന്നു എന്നുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ചടങ്ങില് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ഒരു പ്രായം കഴിയുമ്പോൾ 55+, അത് കഴിയുമ്പോൾ അങ്ങനെയുള്ള ഹോംസ് ഇവിടെ ഉണ്ട്. നമുക്ക് 55 കഴിഞ്ഞാലേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള കിട്ടുള്ളൂ. നമ്മളിപ്പോ ഒരു വലിയ 4 ബെഡ്റൂം 5 ബെഡ്റൂം അല്ലെങ്കിൽ വലിയൊരു ബംഗ്ലാവ് പോലെ ഒരു വീട് എന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലേക്കൊക്കെ ലിഫ്റ്റ് ഇല്ലെങ്കിൽ കയറാൻ തന്നെ ബുദ്ധിമുട്ടാവും. പ്രായം കഴിയുമ്പോൾ അത് അങ്ങനെ വരും. പിന്നെ നമുക്കുള്ള അമേരിക്കക്കാർ, നമ്മൾ ഈ NRIs ഇവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു വിഷയം, നമുക്കൊരു സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു വേദിയാണ്. നമുക്ക് അങ്ങനെയുള്ള സമാന ചിന്താഗതിക്കാരുമായിട്ട് നമുക്ക് ഈ ഒരു ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയണ്ട. കാരണം ആ ഒരു അവസ്ഥ ഇപ്പൊ നമ്മൾ എത്ര കഴിഞ്ഞാൽ ഒരു കാലം കഴിയുമ്പോൾ ആ ഒരു കാരണം നമ്മൾ സേഫ് ആണ്. ഇപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പൊ നാട്ടിൽ ഇതിങ്ങനെ വരുന്നതിന്റെ കാര്യത്തിൽ നമ്മൾ പറയും നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളരുതെന്ന് പറയും. അതിനുള്ള സംവിധാനവും കൂടെ നിൽക്കാൻ സ്വന്തം മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ആ വീടുകളിൽ അവരെ നിർത്തുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക, എത്ര ഒരു നല്ല സംവിധാനമുള്ള ഒരു വീട്ടിലാണെങ്കിൽ തന്നെയും അവർ പ്രായമായ പേരൻസ് ഇപ്പൊ ഒരു 2ാം നിലയിലോ അല്ലെങ്കിൽ 3ാം നിലയിലോ വീട്ടില് അവരെ അവിടെ കഴിയുന്നു, അവരെ മിക്കവാറും നോക്കുന്നത് മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടി വന്ന എത്ര സമയം, 10 മിനിറ്റ്, അരമണിക്കൂർ അവരുടെ അടുത്ത് പോയിരിക്കുന്നു, അവരെ കാണുന്നു. ആഴ്ചകളോളം മാസങ്ങളോളം കാണാത്ത വീടുകൾ നമുക്കറിയാം. പേരൻസ് ആ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ വരുന്ന ആൾക്കാർ ഗസ്റ്റ്, കാരണം എനിക്ക് നമ്മുടെ ഒരു റിലേറ്റീവ് പുള്ളി എപ്പോഴും പറയും, ഈ മനുഷ്യന്റെ സ്റ്റേജിനെ കുറിച്ച് പറയും. ഒരു പ്രായം വരെ കുതിരയാണ്, പിന്നെ കഴുതയാണ്, പിന്നെ ഏറ്റവും അവസാനം വന്നു കഴിയുമ്പോൾ പട്ടിയുടെ ലൈഫാണ്. കാരണം വീടിന്റെ ഫ്രണ്ടിൽ വരാന്തയിൽ ഇങ്ങനെ കാവലിരിക്കുക, മക്കൾ വരുന്നു, മക്കളുടെ കൂട്ടുകാർ വരുന്നു, അവരുടെ ഫാമിലി അവർ വരുന്നു, ബന്ധുക്കൾ വരുന്നു, അവര് നേരെ പോലും നോക്കാതെ അപ്പനെയും അമ്മേനെ നോക്കാതെ നേരെ അകത്തേക്ക് കയറി പോകുന്നു എന്ന് പറയുന്ന പോലെ ഒരു കാലഘട്ടത്തിൽ നിന്നും ഏറ്റവും സന്തോഷകരമായും, അതായത് ഇതൊരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നം കൂടിയാണ്. ആ ഒരു സാമൂഹിക ചുറ്റുപാടില് ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിന്റെ ഒരു പ്രത്യേകത, അവിടെ അവർക്ക് റിക്രിയേഷൻ സംവിധാനങ്ങളുണ്ട്. സമാന ചിന്താഗതിയുള്ള അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അത് പണ്ടത്തെ പോലെ ഭക്ഷണം കിട്ടാത്ത അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതല്ല. ഇപ്പം ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു സെർവന്റിനെയോ 2 സെർവന്റിനെയോ വെക്കാൻ ഉള്ള ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കി നോക്കി. ഇവിടെ 5 സെർവന്റിന്റെ ഫലമാണ് ഇങ്ങനെയുള്ള ഹോമിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ജോയ് സാറിന്റെ ഒക്കെ ആ സ്ഥലം പോയി കണ്ടു കഴിഞ്ഞാൽ 10 ഏക്കറിലാണ് അങ്ങനെ ഒരു പ്രസ്ഥാനം ഇരിക്കുന്നത്. അതിലും സ്റ്റാൻഡേർഡുള്ള അനവധി പ്രസ്ഥാനങ്ങൾ ഇപ്പൊ നമ്മുടെ സഭയുടെ ആയിട്ട് ഉണ്ട്, വ്യക്തികളുണ്ട്. ഇപ്പൊ ഓസ്ട്രേലിയ എന്നുള്ള ആൾക്കാർ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആൾക്കാർ, കാരണം ഇപ്പൊ NRIസിന്റെ ഒത്തിരി പ്രോപ്പർട്ടികൾ ഇങ്ങനെ ഓൾഡ് ഏജ് ഹോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. റിട്ടയർമെന്റ് ഹോമായിട്ട് നല്ല ഹോംസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ അവരുടെ പേരൻസിനെയും അവരുടെ ബന്ധുക്കാരെയും ഒക്കെ കൂടെ അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഈ അമേരിക്കയിൽ പുറത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ പെൻഷൻ, സാലറി ഒക്കെ നേരെ നമ്മൾ ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും ആ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയാണ്. അപ്പൊ ആ നേരിട്ട് ഒരു മക്കളെ ബുദ്ധിമുട്ടിക്കാതെ സന്തോഷകരമായിട്ട് കഴിയാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആ ജീവിതത്തിന്റെ സായാഹ്നം സന്തോഷകരമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ വൃദ്ധസദനങ്ങൾ എന്ന് ഇപ്പം അതിനൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോം, എങ്ങനെ വേണേലും നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാം. പക്ഷെ സംഭവം ബേസിക്കലി ഇതൊക്കെ തന്നെയാണല്ലോ സംഭവം. ഇതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, വൃദ്ധസദനം എന്ന് പറയുന്നതിനോട് ഒരു വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ തന്നെയും വൃദ്ധരാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വൃദ്ധരെന്ന് പറയുമ്പോഴത്തേനും ഒരു കാറ്റഗറി ഉണ്ടല്ലോ. ഇപ്പൊ വൃദ്ധരെന്ന് പറയുമ്പോഴത്തേനും
നമ്മൾ ഇവിടെ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 വയസ്സും 75 വയസ്സും ഉള്ളവര് ജോലി ചെയ്യുന്നുണ്ട്. റിട്ടയർ ആയിട്ട് പിന്നെയും വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവരെയൊക്കെ നമുക്ക് വൃദ്ധരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അത് പറയാൻ പറ്റും. കാരണം നമ്മളൊക്കെ ഇപ്പൊ ടീനേജിൽ നിൽക്കുകയാണല്ലോ. നമ്മളിപ്പോ അമേരിക്ക അനുസരിച്ച് ലൈഫ് ബിഗിൻസ് അറ്റ് 45 എന്നാണ് നമ്മൾ അമേരിക്കൻ കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ടീനേജിൽ കൂടെ നടക്കുവാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. ആ കൺസെപ്റ്റാണ് ഇപ്പോഴും നമ്മൾ കേരളത്തിലുള്ളവരും എടുക്കുന്നത്. അപ്പൊ വൃദ്ധരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ നമ്മൾ സംസാരിക്കണം. സോ അതുകൊണ്ട് നമ്മൾ വൃദ്ധസദനം എന്ന് പറയുന്നത് വൃദ്ധസദനം എന്ന് പറഞ്ഞാൽ വൃദ്ധരാകുക എന്ന് പറയുന്നതിൽ അതിനകത്ത് ഇപ്പൊ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് അത് അല്ല, ആ ഒരു പദത്തിന് അത്ര ഒരു പ്രശ്നമുണ്ടോ അതിനകത്ത്? ഒരു ഇപ്പം റിട്ടയർമെന്റ് ഹോം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജോലി ചെയ്ത് അവർ അധ്വാനിച്ചിട്ട് അവരുടെ റിട്ടയർമെന്റ് ലൈഫ് അവർ ആസ്വദിക്കുകയാണ്. കാരണം അവര് മക്കൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കോ ഒന്നും തന്നെ ഒരു ഭാരമാകാതെ അവരുടെ റിട്ടയർമെന്റ് ലൈഫ് അവർ എൻജോയ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനൊരു റിട്ടയർമെന്റ് ലൈഫ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോമായിട്ട് പറയുന്നത് തന്നെയായിരിക്കും ഉചിതം. ഇവിടുത്തെ ഇപ്പൊ നോർത്ത് അമേരിക്കയിലെ കാര്യം പറയുന്ന മാതിരി ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് ഭാര്യയും ഭർത്താവും ഒരു അപ്പാർട്ട്മെന്റിലേക്ക് താമസിക്കുന്ന മാതിരി അല്ലല്ലോ നമ്മുടെ കേരളത്തില്. ഞാൻ ഒരു ഉദാഹരണം, ഞാൻ ഇച്ചിരി ചരിത്രത്തിൽ ഇച്ചിരി പുറകിലോട്ട് പോകും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, എനിക്ക് അറിഞ്ഞൂടാ പാർട്ടിഷ കണ്ടിട്ടുണ്ടാവുന്ന, പക്ഷെ ജിൻസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. 1970-കളിലൊക്കെ നമ്മുടെ നാട്ടിലെ റേഷൻ കാർഡിനകത്തെ ഒരു വാചകം ഇതായിരുന്നു: വലിയ കുടുംബം സന്തുഷ്ട കുടുംബം. ഒരപ്പച്ചനും അമ്മച്ചിയും നടുക്ക്, മക്കള് 6 പേരിടത്തും 6 പേര് വലത്തും, 12 പേരായിരുന്നു മക്കള്. അത് 77 അടിയന്തരാവസ്ഥ കാലമൊക്കെ ആയപ്പോഴത്തേന് പിന്നെ നമ്മൾ 2 നമുക്ക് 2 എന്നുള്ള ശൈലിയിലേക്കായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 നമുക്കൊന്നായി. ഇപ്പം നമ്മൾ 2 നമുക്കില്ലെന്നായി. ഇപ്പം വൈവാഹിക ജീവിതത്തെക്കുറിച്ച് എന്ന് ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറുക. കേരളവും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പറയാൻ വന്നത്, ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന, ആ 12 മക്കളുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം, കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ആ വീട്ടിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അപ്പനും അമ്മയും അവരുടെ അപ്പച്ചനും അമ്മച്ചിയും മക്കളും കൊച്ചുമക്കളുമായാലും ആ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇളയ മകനായിരുന്നു വീടിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഉത്തരവാദിത്തം. ബാക്കിയുള്ളവർ വെളിയിൽ പോയാൽ തന്നെ അന്ന് അപ്പനെ അമ്മയെ നോക്കാനും അപ്പച്ചനെ അമ്മച്ചയെ നോക്കാനും ഒരാൾ അവിടെ ഉണ്ട്. ഇളയ മകനായിരിക്കും മിക്കവാറും അവിടെ വന്നിരുന്നത്. ഇളയ മകനായിരുന്നു അങ്ങനെ ആ വീടുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ 90-കൾക്ക് ശേഷം എന്ന് പറയാം, അല്ലെ 2000-ന് ശേഷം, ഒരു വീട്ടിൽ 1-2 കുട്ടികൾ മാത്രമാണ്. അമ്മ രാവിലെ ഒരു പൊതിച്ചോറുണ്ടാക്കി സ്കൂളിലേക്ക് വിടുമ്പോൾ ആദ്യം പറഞ്ഞു വിടുന്ന, മോനെ ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ഷെയർ ചെയ്യരുത്. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചു വെച്ചേക്കുന്ന ഇന്നത്തെ തലമുറയുടെ കുഴപ്പമാണ് ഇതുപോലുള്ള വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത്. 1985 സമയങ്ങൾക്ക് മുമ്പേ കടന്ന ഒരു വ്യക്തിയാണ് പത്മരാജൻ സാറ്. അദ്ദേഹത്തിൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന ആ പാഠം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മൻ ചേച്ചിയെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കുന്ന മമ്മൂട്ടിയൊക്കെയുള്ള ഒരു പടമാണ്. അതിനുശേഷം പിന്നെ അതുപോലെ ഈ ശാരദാമ്മ അഭിനയിച്ച അതിനകത്ത് മമ്മൂട്ടി ഉണ്ടായിരുന്നു. വൃദ്ധസദനത്തിലാക്കുന്ന ഒരു സംഭവം. വൃദ്ധസദനം എന്ന് തന്നെ പരീക്ഷ അതിനെ പറയുന്നത്. ഒരു റിട്ടയർമെന്റ് ഹോം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും പോയി താമസിക്കുന്ന ഈ നോർത്ത് അമേരിക്കയിലെ മാത്രം ഉള്ള സ്റ്റൈലിൽ ഞാൻ ഇന്നത്തെ തലമുറ അങ്ങനെ ആയിട്ടുള്ള. ഞാൻ ഒരു ചെറിയൊരു നോർത്ത് അമേരിക്കയിലെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. ഞാനിവിടെ വരുമ്പോൾ ആദ്യത്തെ ഇംഗ്ലീഷ് ടി വിയിൽ കാണുമ്പോഴേ, ഈ മലയാളം ചാനലൊക്കെ കിട്ടുന്ന ഇംഗ്ലീഷ് ടി വിയിൽ കാണുമ്പോൾ ഈ TD ബാങ്കിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. മകൾക്ക് ജോലി കിട്ടി, ഇമ്മീഡിയറ്റ്ലി അമ്മയുടെ ബേസ്മെന്റിൽ നിന്ന് അപ്പാർട്ട്മെന്റിലേക്ക് മാറി. നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. ഞാനിത് കാനഡയിലെ ആയതുകൊണ്ട് TD ബാങ്കിന്റെ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടെ ഇവിടെയൊക്കെ അതെങ്ങനെ പ്രസന്റ് ചെയ്തെന്നുള്ളത്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയുടെ അടുത്തു നിന്ന് അല്ല അപ്പൻ്റെ അടുത്തു നിന്ന് മാറി താമസിക്കാനുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് വളർത്തിയെടുക്കുന്ന ഒരു തലമുറ ആയിട്ടുണ്ട് ഇന്ന്. അത് നമ്മുടെ കേരളത്തിലുമായിട്ടുണ്ട്. ആ ജോലി കിട്ടുന്നിടം വരെ അപ്പൻ്റെയും അമ്മയുടെയും തണലിൽ, അവരുടെ ഒരു തണലിൽ ജീവിച്ചു വരുന്നവരെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അണുകുടുംബത്തിലേക്ക് മാറുന്ന ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റിട്ടയർമെന്റ് ഹോം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തഴച്ചു വളരുന്ന 2 സ്ഥാനങ്ങൾ, ഒന്ന് ബാറും ഒന്ന് ഈ റിട്ടയർമെന്റ് ഹോമുമാണെന്ന് പറയുന്നത്. ലാഭമുള്ളത്, തഴച്ചു വളരുന്നത് മാത്രമല്ല ലാഭമുള്ളത്. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഒന്ന് പുറകോട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ എത്ര
കഷ്ടപ്പെട്ടാണ് വളർത്തിയിട്ടുള്ളത്. അവരെ നോക്കാനുള്ള ചുമതല മക്കളെന്നുള്ള നിലയിൽ അത് 1, 2, 3 പേരാണേലും മക്കളെന്നുള്ള നിലയിൽ നമുക്കതുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നാട്ടിൽ നിന്ന് അത് സാധിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ജീവിത പ്രശ്നം നേടി ജോലി നേടി തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. അല്ലാതെ നമുക്ക് നാട്ടിൽ ജീവിക്കാൻ ഒരു സൗകര്യമൊക്കെ ഉണ്ട്, അവിടെ തന്നെ ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ജീവിക്കുന്നവരാണ് പൊതുവെ. കേരളത്തെ പോലെ സുന്ദരമായ ഒരു സ്ഥലം വേറെ ഒരു സ്ഥലത്തുണ്ടോ എന്ന് ഞാനിതുവരെ പോയ സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല സ്ഥലമാണ്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കണം. ഓൾഡ് ഏജ് ഹോമിലേക്ക് പറഞ്ഞു വിടുന്നത് നല്ലതല്ല, അത് വളർന്നു വരുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജോസ്ഫേറിന് ഞാൻ ഒരു മിനിറ്റ്, ജോസ്ഫേറിന്റെ അഭിപ്രായത്തെ, ജോസ്ഫേറിന്റെ വഞ്ചി തിരുനക്കരയിൽ നിന്ന് ഇപ്പോഴും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ജോസ്ഫേരൻ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ജോസ്ഫേരൻ കുറച്ചുകൂടെ നമ്മൾ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ അതിനൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ തലമുറയെ വളർത്തിയെടുക്കുകയല്ല, തലമുറ തന്നെ വളർന്നു വരുവാണ്. അവർ ഓൾറെഡി പോയി. നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ പേരൻസിന് നമ്മൾ കൊടുത്തിരുന്ന ആ ഒരു കെയറും കാര്യങ്ങളും ഇനി കിട്ടുമെന്ന് ജോസ്ഫേരൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇനിയിപ്പം പാതിരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ അത് നടക്കുമെന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. അതാണ് അതിനകത്ത് ഏറ്റവും എന്നുള്ള കാര്യം. കാരണം ഞാൻ ഈ പറഞ്ഞു വന്ന ഒരു 2 കാര്യമുണ്ട്. നമ്മൾ പറയും എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയാലും നമുക്ക് അവരുടെ കൂടെ പോയി, ഇപ്പൊ നമ്മൾ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ നമ്മുടെ പേരൻസിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ എത്ര സമയം നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇംഗ്ലീഷിൽ ചൊല്ലുണ്ടല്ലോ, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അമിതമായ അടുപ്പ് അവഞ്ഞുളകാക്കും എന്ന് പറയുന്നത് പോലെ, ആ ഒരു വാക്ക് പോലെ തന്നെ നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ തലമുറ നമ്മുടെ മക്കളെ ഇങ്ങനെ നോക്കി, നമ്മുടെ കൈയും കാലും നോക്കി നമ്മൾ ഇത് ചെയ്യുന്ന. ഞാൻ എന്റെ പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം നിങ്ങളെ ഞങ്ങൾ 15-16 വയസ്സ് വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 5 വയസ്സ് വരെ നിങ്ങളുടെ പാമ്പർ നമ്മൾ അപ്പി കോരിയിട്ടുണ്ടെങ്കിൽ, ഇത് റിവേഴ്സ് പ്രോസസ്സാണ്. ഞങ്ങൾക്കൊരു 80 വയസ്സാവുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് റിവേഴ്സ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നടക്കുമോ? അപ്പൊ പ്രായോഗികമായിട്ട് നടക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടായ്മ നമുക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യലൈസ് ചെയ്യാനും ആൾക്കാരുമായിട്ട് ഈ ഡിറ്റാച്ച്മെന്റും ഈ ഒറ്റയ്ക്കുള്ള വളരെ ഏകമായിട്ടുള്ള ഒരു ജീവിതം നടത്തുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഹോംസിൽ അവർ സന്തോഷകരമായിട്ട് കഴിയണം. പണ്ടത്തെ ഇപ്പൊ ജോസ്ഫേട്ടൻ പറഞ്ഞ സിനിമയിലെ കഥയൊക്കെ ഉണ്ട്. അതിനൊക്കെ വളരെ ഇമോഷണൽ ആയിട്ട് പെരുപ്പിച്ച് ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ വീട്ടിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന അവരെ കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയി തള്ളി ഇട്ടിട്ട് പോരുമായിരുന്നു. അപ്പം പണ്ട് നടതള്ളുക എന്ന് പറഞ്ഞിട്ട് ഒരു ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പേരൻസിനെ ഇട്ടിട്ട് പോരുന്ന, അതായത് വേണ്ടാത്ത ആൾക്കാരെ, അതായത് മക്കളെ ആയിരിക്കും അല്ലെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ആയിരിക്കും നടതള്ളുക എന്ന് പറയുന്ന പോലെ ഒരു അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ കാലം മാറി. ഇന്നത്തെ ഈ കാലഘട്ടത്തില് ഏറ്റവും സന്തോഷകരമായിട്ട് അവരുടെ ജീവിത സായാഹ്നം ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഹോമിലാണ്. കാരണം സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ ഒന്നിച്ചു കൂടുകയാണ്. അപ്പൊ ആ ഒരു റിക്രിയേഷന്, അവർക്ക് ഒന്നിച്ച് ഒത്തുകൂടാന്, അവർക്ക് പാർട്ടി നടത്താന് ഒക്കെ ആ ഒരു സംവിധാനമുണ്ട്. പിന്നെ കേരളത്തിലെ അവസ്ഥ, കേരളം ഇപ്പം പറയാണ് ഇന്ത്യയില് ഈ ഏറ്റവും കൂടുതൽ വികസിതമായ ഇന്നല്ല, അത് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യ സുരക്ഷയുമുള്ള വളർന്നു വന്ന ഒരു സമൂഹമാണ്. ലോകത്തവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഇപ്പൊ നമുക്ക് പറയാം, ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം നമ്മുടെ നാടാന്ന് പറയാം. അതിപ്പോ എത്യോപ്യക്കാരൻ അവന്റെ കഞ്ഞി കുടിക്കാനില്ലാതെ മണ്ണ് വാരി കുഴച്ച് തിന്നുകൊണ്ടിരിക്കുന്ന എത്യോപ്യക്കാരനും അവന്റെ നാട്ടിൽ ചെല്ലുമ്പോൾ അവന് ഏറ്റവും മനോഹരമായ സ്ഥലം അവന് എത്യോപ്യ ആയിരിക്കും. ഞാനിപ്പോ എത്യോപ്യ എന്നൊരു പർട്ടിക്കുലർ പ്ലേസ് അല്ല പറഞ്ഞേ, എല്ലാവരും അവരൊരു ജനിച്ചു വളർന്ന സാധനം. ഇപ്പൊ നമ്മുടെ പിള്ളേര് അവർക്ക് ഏറ്റവും മനോഹരമായ സ്ഥലം അമേരിക്ക ആയിരിക്കും. കാനഡക്കാരന്, ബ്രിട്ടീഷുകാർ, അവിടെ ജനിച്ചു വളർന്ന പിള്ളേർക്ക് അതായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഹൈ സ്റ്റാൻഡേർഡില് ജീവിക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ ഞാൻ പറഞ്ഞ ഓരോ പഞ്ചായത്തിലും, നമ്മളിവിടെ ഓരോ കൗണ്ടി പറയില്ല, നമ്മളിവിടെയാണ് ഓരോ കൗണ്ടിയിലും ഈ റിട്ടയർമെന്റ് ഹോംസ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്, നേഴ്സിംഗ് ഹോം ഉണ്ട്, ഹോസ്പീസ് ഉണ്ട്. അതായത് കിടത്തി ചികിത്സ, ഇപ്പം മരിക്കാൻ ഇനി പോകുന്ന ഒരു മാസമേ ഉള്ളൂ, 1.5 മാസം ഉള്ളെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആക്കുവാണ്. കാരണം ആ കെയർ കിട്ടുന്ന, അതിന് ട്രീറ്റ്മെന്റ് കിട്ടുന്ന, ആ പർട്ടിക്കുലർ ട്രീറ്റ്മെന്റിന് കിട്ടുന്ന, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീട്ടില് എത്ര വലിയൊരു വീടായിക്കോട്ടെ, ആ വീട്ടിൽ പ്രായമായി കിടക്കുന്ന, ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന ഒരാൾക്ക് എത്ര പേര് നിന്നാൽ ഒരു കൃത്യമായ പരിചരണം കൊടുക്കാൻ പറ്റും? ഒരു നേഴ്സിനെ നിർത്താൻ പറ്റും, ഒരു ഡോക്ടറിനെ നിർത്താൻ പറ്റുമോ? ഇതൊക്കെ ഡോക്ടർ ഓൺ കോളാണ്, നേഴ്സ് ഓൺ കോളാണ്, എല്ലാ കെയറും കിട്ടുന്നുണ്ട്. പക്ഷെ അമേരിക്കയിൽ പോലും ഇതിന് ചില അപവാദങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞ ഒരു പരിചരണം കിട്ടാത്ത. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം നമ്മള് ഈ മലയാളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, നമ്മുടെ കൾച്ചറും ഫുഡും ഇങ്ങനെയുള്ള റിട്ടയർമെന്റ് ഹോമിൽ കിട്ടുന്നില്ല. ഞാനിപ്പോ യൂസിനെ പോയപ്പം ഒരു ഹോമിൽ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി വളരെ വളരെ കൊതിയോടെയാണ് ഒരു കേരള ഫുഡ്, ഒരു പൊറോട്ട, ഇറച്ചിയും ഒരു ചോറും ഒക്കെ കൊണ്ടുപോയി തരാമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ
അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് ഇവിടെയുള്ള അമേരിക്കൻ ഫുഡാണ് ഇവിടെ മിക്കവാറുള്ള കിട്ടും. ഇപ്പം നമ്മുടെ ആൾക്കാരും ഇവിടെ ഈ പറയുന്ന ഇങ്ങനെയുള്ള റിട്ടയർമെന്റ് ഹോംസും ഒക്കെ തുടങ്ങി നമ്മുടെ ആ ഒരു കാലം, അതായത് ജീവിത സായാഹ്നം വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ നല്ലതാണ്. പിന്നെ എല്ലാത്തിന്റെ അകത്ത് നമ്മൾ പറയുന്ന പോലെ കള്ള നാണയങ്ങൾ ഉണ്ടാവും തട്ടിപ്പിന് വേണ്ടി. അതായത് ഈ പൈസ മേടിക്കുന്ന, പിന്നെ ഈ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ എന്നാ പറയുന്നത്, എല്ലാ കമ്മ്യൂണിറ്റി, എല്ലാ റിലീജിയനും അവരുടെ റിലീജിയസ് ബേസിൽ അവരുടെ ഓർഗനൈസേഷൻ അവരുടെ കമ്മ്യൂണിറ്റിക്ക് പറ്റുന്ന ഓൾഡ് ഏജ് ഹോമുകൾ തുടങ്ങുന്നുണ്ട്. ഹിന്ദു കൾച്ചറിൽ, ക്രിസ്ത്യൻ കൾച്ചറിൽ അവരുടെ ആ ഒരു സംസ്കാരത്തിൽ തന്നെ അവർക്ക് കഴിയാൻ പറ്റുന്ന അങ്ങനെയുള്ള പല നഴ്സിംഗ് ഹോം നാട്ടിൽ തുടങ്ങുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഇപ്പൊ വേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമുക്ക് കേരളത്തിൽ ഈ കൂണ് പോലെ തുടങ്ങി വരുന്ന ഈ നേഴ്സിംഗ് ഹോമുകളെയൊക്കെ ഒന്ന് ഏകീകരിക്കാനും അതിനൊക്കെ ഒരു സെറ്റ് ഓഫ് കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാനുമുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് അടുത്ത തലമുറയെ നമ്മുടെയൊക്കെ കാലത്തേക്ക് ഇനി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വേറെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു തലമുറയല്ല ഇത്, സ്വന്തമായിട്ട് വളർന്നു വരുന്ന ഒരു തലമുറയാണ്. നമ്മുടെ കാലഘട്ടത്തിലെ പോലെ ഇപ്പൊ നമ്മുടെ ഒരു മോനും മോളും ഒക്കെ സ്വന്തം ജെൻഡറിൽ ഉള്ള ഒരാളെ കല്യാണം, അടുത്ത ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾ തീരുമാനിക്കുന്ന, ചിന്തിക്കുന്ന ആ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ എൻറ്റയർലി പണ്ടത്തെ ഇമോഷണൽ ടൈപ്പ്, നമ്മളിപ്പോ ഇമോഷണൽ ഡ്രാമ എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേർ നമ്മളെ കളിയാക്കും. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ കാലം മുന്നോട്ട് പോകുന്നത് നമുക്ക് കണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അനേകം പ്രവാസികൾ ഇപ്പൊ ഇതൊരു നല്ല ഒരു ബിസിനസ് മേഖലയാണ്. നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കുറെ നഴ്സിംഗ് ഹോമുകളൊക്കെ നാട്ടില് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ പോയിട്ടുള്ളത് വെച്ചിട്ട് നല്ല സ്റ്റാൻഡേർഡ് കൂടി ചെയ്യുന്ന സ്ഥലങ്ങള്, നല്ല എഫക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെയൊക്കെ ജീവിച്ചിട്ട് കിട്ടുന്ന പെൻഷൻ കാശ് കൊണ്ട് വളരെ രാജകീയമായിട്ട് അവിടെ ജീവിക്കാം. അവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിൽ ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതിനൊക്കെയുള്ള ഒരു അതിനെയൊക്കെ ഒന്ന് ഏകീകരിക്കാനുള്ള നിയമങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശക്തമാക്കുക എന്നുള്ളതാണ് ഇനി അതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. ഇവിടെ പോലും ഇപ്പൊ ജോസഫേട്ടനും ജിൻസും പറഞ്ഞത് ോട് അനുബന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു പാരന്റ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചോളൂ. നമുക്ക് എത്ര നേരം നമുക്ക് ആ പാരന്റിനെ, നമുക്ക് ഒരു അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നമുക്ക് എത്ര നേരം ചെലവാക്കാൻ പറ്റും? നമുക്ക് അവരുടെ കൂടെ നമുക്ക് ചെലവാക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇനൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടല്ലോ, നമ്മളോട് ഈ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ഇത്ര മണിക്ക് ചായ വേണമെന്നോ, അല്ലെങ്കിൽ കോഫി വേണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് വെള്ളം എടുത്തു തരണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര സമയത്ത് ഫുഡ് വേണമെന്നോ അവര് ചോദിക്കത്തില്ല. കാരണം അവര് ഇവിടുത്തെ ആ ഒരു ഇതുമായിട്ട് അവര് ഇണങ്ങി ജീവിച്ച് അതുമായിട്ട് അവര് പ്രാക്ടീസ് ആയി. അവരെ ചോദിക്കത്തില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ മദറിൻലോ ഉണ്ട്. മദറിൻലോ ഇന്ന് വരയ്ക്കും ചോദിച്ചിട്ടില്ല എനിക്ക് ഇത്ര മണിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേന് എനിക്ക് കോഫി വേണം, അല്ലെങ്കിൽ ഇത്ര മണിക്ക് എനിക്ക് ഫുഡ് വേണോ എന്നൊന്നും ചോദിക്കാറില്ല. കാരണം ഇവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് അവർ അഡോപ്റ്റ് ആയി, എത്രയോ വർഷം ഇവിടെ വന്നിട്ട്. സോ അതുപോലെ തന്നെയാണ് എത്രയോ പാരന്റ്സ് ഇവിടെ വീടുകളിലുണ്ട്, അവരാരും ഡിമാൻഡ് ചെയ്യത്തില്ല. പക്ഷെ അവരൊക്കെ ഒരു സീനിയർ ഹോമിലോ, അല്ലെങ്കിൽ അവരൊക്കെ ഇതുപോലെയുള്ള ഒരു നേഴ്സിംഗ് ഹോമിലോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു റിട്ടയർമെന്റ് ഹോമിലൊക്കെ ആണെങ്കിൽ, ഇവിടുത്തെ കാര്യം ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഒരു 6 മണി 6:30 7 മണിയാകുമ്പോഴത്തേനും അവർക്ക് കോഫി കിട്ടും, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഉച്ചയ്ക്ക് 11 മണി മുതൽ 1 മണി വരയ്ക്കും അവർക്ക് ലഞ്ച്. അത് കഴിയുമ്പോഴത്തേനും അവർക്ക് 5-5:30 6 മണിക്കുള്ളിൽ 5:30 മണിക്കാണ് അവർക്ക് ഡിന്നർ. പിന്നെ അത് കഴിയുമ്പോൾ അവർക്ക് സ്നാക്സ്. അങ്ങനെ അവർക്ക് ടൈമിംഗ് ആണ്. പിന്നെ ഇവർക്ക് മെഡിക്കലിനുള്ള അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഏത് സമയത്തും ഒരു ബെല്ല് ഇതാക്കി കഴിഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റി, ഡോക്ടർ, നേഴ്സ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇതൊന്നും നമ്മളുടെ വീടുകളിൽ ഇതൊക്കെ പോട്ടെ, ഇവർക്ക് ബാത്റൂമിൽ പോകുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഇവർക്ക് കുളിക്കുന്നതിന്, ഇവരുടെ ഈ ഉടുപ്പുകൾ മാറുന്നതിനൊക്കെ ഉള്ള സംവിധാനങ്ങൾക്കൊക്കെയും നമ്മളുടെ വീടുകളിൽ നമ്മളിപ്പോ അതൊക്കെ ഉണ്ടാക്കിക്കൊടുക്കും. റെയിലിങ്സ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. മറ്റേ അവിടെയാണെന്ന് പറയുമ്പോൾ ആ ഫെസിലിറ്റീസ് ഒക്കെ എന്ന് പറയുമ്പോൾ ബിൽഡഡ് ആണ്. സോ അതൊക്കെ അവർക്കൊരു സഹായമാണ് കുറച്ച് പ്രായമാകുമ്പോഴത്തേനും. ഇതേപോലെ തന്നെയാണ് നാട്ടിലിപ്പോ ഉള്ള ഈ ഓൾഡ് ഏജ് ഹോം ആയാലും, അല്ലെങ്കിൽ ഈ റിട്ടയർമെന്റ് ഹോമുകളിലൊക്കെ തന്നെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ജിൻസ് പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ഈ റിട്ടയർമെന്റ് ഹോം ഉണ്ട്. അവിടെ ഇങ്ങനെ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, വീടുകളുണ്ട്, വില്ലയുണ്ട്, പിന്നെ എന്താ പറയാ, വേറെ ഫെസിലിറ്റീസ് ഒത്തിരി ഉണ്ട്. അവിടെ ഇതുപോലെ തന്നെ 50 വയസ്സിന് മേലെ ഉള്ളവർക്ക് മാത്രമേ അവിടെ നമുക്ക് വീട് വാങ്ങാനോ ലീസിന് എടുക്കാനോ അല്ലെങ്കിൽ റെന്റിന് എടുക്കാനോ പറ്റത്തുള്ളൂ. അവിടുത്തെ ഫെസിലിറ്റി നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാല് ഇവിടെയുള്ള ഫെസിലിറ്റിയെ
എന്താ കിടപിടിച്ച് നിൽക്കുന്ന അത്രയും സൗകര്യങ്ങളുള്ള ഒരു ഫെസിലിറ്റിയാണ് അത്. റിട്ടയർമെന്റ് ഹോമാണ്. നമ്മളുടെ ഇവിടെയുള്ള ഒത്തിരി പേര് അവിടെ വീട് പിന്നെ വില്ല വാങ്ങിയിട്ടുണ്ട്, അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ട്, റെന്റിന് എടുത്തിട്ടുണ്ട്. അതായത് റെന്റിന് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും വർഷത്തില് ഒരു 3 മാസമോ 2 മാസമോ പോകുമ്പോഴത്തേനും നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം സന്തോഷത്തോടു കൂടെ ഡൈനിങ് റൂമിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ ഇപ്പൊ തന്നെ അവിടെ പോയി പിന്നെ ഒരു അക്കോമഡേഷൻ നമ്മൾ അവിടെ അങ്ങ് എടുത്ത് നമുക്ക് അവിടെ തന്നെ ഈ വെക്കേഷൻ പോകുമ്പോഴേക്ക് നമുക്ക് അവിടെ തന്നെ താമസിച്ചാൽ എന്താണെന്ന് നമുക്ക് തോന്നിപ്പോകും. എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് തന്നെ, ആ ഒരു ഫെസിലിറ്റിക്ക് അകത്ത് തന്നെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, സിനിമ തിയേറ്റർ ഉണ്ട്, പിന്നെന്താ യോഗ സെന്റർ ഉണ്ട്, വ്യായാമത്തിനുള്ള പിന്നെ ജിമ്മുണ്ട്, നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകുന്നു അതിനുള്ള സൗകര്യങ്ങളുണ്ട്, നേഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ട്, എവറിത്തിങ് ഈസ് ഇൻസൈഡ്. എല്ലാം അതിനകത്ത് തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രൈവർ വേണമെങ്കിൽ അതിന് അവർ പ്രൊവൈഡ് ചെയ്യും. എവറിത്തിങ് എല്ലാം അവരുടെ കൺട്രോളിലാണ്. അവർ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ നോക്കട്ടെ, നമ്മളിപ്പോ ഒരു വീട് വാങ്ങിയാല് നമ്മുടെ നാട്ടിലൊരു ഇതനുസരിച്ച് നമ്മൾ വീട് വാങ്ങിയ ഒരു വീട് വച്ചെന്ന് വെച്ചോളൂ. ആ വീടിന് നമ്മള് പിന്നെ എന്തൊക്കെ നോക്കണം? ഗാർബേജിന്റെ പ്രശ്നം, വാട്ടർ ഇതിന്റെ പ്രശ്നം, പിന്നെ ഈ വെള്ളം വരുന്നതിനും പോകുന്നതിനുമുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ നോക്കണം. ഇതാകുമ്പോ നമ്മൾ ഇതൊന്നും അറിയണ്ട. നമ്മൾ ആ മാസത്തിലുള്ള ഇവിടെ നമ്മൾ കൊടുക്കുന്ന പോലെ മെയിന്റനൻസിന്റെ പൈസ കൊടുത്താൽ മതി, ബാക്കി നമ്മളൊന്നും അറിയണ്ട. പക്ഷെ ഇപ്പൊ ജോസഫേട്ടൻ പറഞ്ഞ പോലെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, മക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ് പാരന്റ്സിനെ നോക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഈ കുട്ടികൾക്ക്, ഈ മക്കൾക്ക് എവിടെയാ സമയമുള്ളത് ഈ പാരന്റ്സിനെ നോക്കാൻ വേണ്ടി? അവർക്ക് നിന്ന് തിരിയാനുള്ള സമയമില്ല. അവർക്ക് ജോലി കഴിഞ്ഞ് അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ മക്കളെ നോക്കി പിന്നെ പാരന്റ്സിനെ നോക്കാൻ സമയമില്ല. പക്ഷെ അതേ സമയത്ത് ഈ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസിലാണ് താമസിക്കുന്നെങ്കിൽ, അത് റിട്ടയർ ഹോം ആകട്ടെ നഴ്സിംഗ് ഹോം ആകട്ടെ, അവിടെയാണ് താമസിക്കുന്നെങ്കിൽ വൺസ് ഇൻ എ വൈൽ, ഒരു ആഴ്ചയിൽ ഒരിക്കലൊന്ന് പോയി നോക്കുമ്പോൾ ആ ഒരു സന്തോഷം തന്നെ അവർക്ക് ധാരാളമാണ്. അത് നമ്മൾ വിചാരിക്കും നമ്മൾ എവിടെയോ കൊണ്ട് തള്ളുകയാണെന്ന്. തള്ളുന്നതല്ല, അത് അവരുടെ മാനസിക സന്തോഷമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ജനറേഷന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാരന്റ്സിനും അത് സാധിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുപോലെ ഇപ്പൊ ജിൻസ് പറഞ്ഞതുപോലെ ഇതിനൊന്ന് എനിക്ക് തോന്നുന്നു കാത്തലിക് സഭയുടെ ഒരു കീഴിലുള്ള ചർച്ചുകളുടെ കീഴില് നേരത്തെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ, ഇപ്പൊ ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ പള്ളിയുടെ കീഴില്, ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെയുള്ള രൂപതയുടെ കീഴില് വൃദ്ധസദനങ്ങളുണ്ട്. അത് ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എന്ന് പറഞ്ഞ് പണ്ട് മുതലേ ഉണ്ട്. ഇതുപോലെ തന്നെ ഒത്തിരി ഇങ്ങനെയുള്ള എന്താ പറയാ വൃദ്ധസദനങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ട്. ഇതുപോലെ ഇപ്പോ മറ്റുള്ള വിശ്വാസങ്ങളിലും ഇതുപോലെ എന്താ പറയാ ഈ വൃദ്ധസദനങ്ങളും ഇതുപോലെയുള്ള സദനങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ തുറന്ന് വരുന്നുണ്ട്. അത് എല്ലാം ഏകീകരിക്കപ്പെടണമെന്നുള്ളതും അതുപോലെ തന്നെ ഇതിനൊരു ഒരു പോളിസി ഉണ്ടാവണം. എങ്ങനെയായിരിക്കണം അതിന്റെ നടത്തിപ്പ് എങ്ങനെയായിരിക്കണമെന്നും, ഈ ക്ലീനിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇതുണ്ടാവണം. പിന്നെ ഇവരുടെ ഹെൽത്തിന്റെ ഇത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഒരു പോളിസി ഉണ്ടാവണം. പിന്നെ ഇവിടുന്ന് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് എന്തായിരിക്കണം കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു ലോ ഉണ്ടാവണം. ഇതാണ് ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യം. കാരണം അല്ലാതെ ഈ ജിൻസ് പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കൈ ഒക്കെ കഴുകിയിട്ട് പോവുക എന്നുള്ള നിലയിലേക്ക് വരാതെ ഇതിന് കൃത്യമായ ഒരു എന്താ പറയാ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് എനിക്ക് ഈ ഇവിടത്തെയും അവിടത്തെയും വെച്ച് പറയുമ്പോഴത്തേനും എനിക്ക് പറയാനുള്ളത്. ഇത് എന്തായാലും നല്ല ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഇത് നമ്മൾ ചോദിക്കുമ്പോഴത്തേനും രണ്ടു കൂട്ടരുടെ ഭാഗത്ത്, അതായത് ഈ ജനറേഷൻ ആയാലും പ്രീവിയസ് ജനറേഷൻ ആയാലും രണ്ടുപേരുടെ ഭാഗത്തിൽ നിന്നും ഇതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ടാകണം. കാരണം ഇതിന്റെ ഒരു എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇത് നല്ലത് തന്നെയാണെന്നുള്ളത് ചിന്ത ഉണ്ടായി ഇത് നമ്മളിപ്പോ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേനും ഇത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇനി ജോസഫേട്ടൻ പരീക്ഷ പറഞ്ഞതിനെ ഉൾക്കൊള്ളുന്നു. പക്ഷെ അത്രയും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റിനൊക്കെ ഉള്ള അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞവർ ഓൾറെഡി മാനസികമായിട്ടും ശാരീരികമായിട്ടും
ഇതുപോലുള്ള റിട്ടയർമെന്റ് ഹോമിലേക്കോ അല്ലെ വൃദ്ധസദനങ്ങളിലേക്കോ പോകാൻ മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട്. അവർക്കറിയാം മക്കൾ കൂടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല, മക്കൾ ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മാനസിക തയ്യാറെടുപ്പോടുകൂടി അമ്മയും അപ്പ ഒക്കെ വരുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു ഏകീകരണത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ഈ നോർത്ത് അമേരിക്കയിലുള്ള മലയാളികളെല്ലാം കൂടി നമ്മുടെ ഗവൺമെന്റിനെ അതൊന്ന് സമീപിക്കാവുന്നതാണ്, നമുക്കൊരു നിവേദനം കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള വൃദ്ധസ്ഥലങ്ങളിൽ എന്നാ വിധത്തിലുള്ള ചിട്ടവട്ടങ്ങളങ്ങ് വേണം, ഇവിടെയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, ആ വക കാര്യങ്ങളെല്ലാം ഒന്ന് പ്രസന്റ് ചെയ്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രസന്റ് ചെയ്യാവുന്നതല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ്. അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്കല്ല, നമുക്ക് നമ്മുടെ കാലമാകുമ്പോൾ തന്നെ ചിലപ്പോൾ അവിടെ പോയി റിട്ടയർമെന്റ് ഹോമിൽ താമസിക്കുവാണെങ്കിൽ ഇത് ആവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് ചെയ്തു വെക്കാം ഇതൊക്കെ. ജോസ്പേട്ടൻ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ പോയി താമസിക്കുന്നുണ്ടോ ഇവിടെ ഇതൊക്കെ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ഒരു കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ കോലവും മാറ്റുക എന്നുള്ളത് മാത്രമേ ഇതിന് ഒരു കരണീയമായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രവാസികളായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഉള്ള മലയാളികൾ, അവർക്ക് ജന്മനാടിനോടുള്ള താല്പര്യമുള്ളവരുണ്ട്, താല്പര്യം ഇല്ലാത്തവരുണ്ട്. അങ്ങനെ പോയി താമസിക്കാനുള്ള സൗകര്യം അവര് ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ ഉണ്ടാകാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള അനവധി ഓൾഡ് ഏജ് ഹോം, റിട്ടയർമെന്റ് ഹോം, വൃദ്ധസദനം എന്ന ഏത് പേരിട്ട് വിളിച്ചാലും അതിനെല്ലാം അതിന്റെ ഒരു ക്വാളിറ്റിയോട് കൂടി അത് നന്നായി പോകാനുള്ള ഒരു പോളിസി മേക്ക് ചെയ്യാനായിട്ട് ഇവിടുത്തെ പ്രവാസി സംഘടനകൾ നടപടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. നന്ദി.